CPIM BJP ഡീൽ നിലനിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ട മണ്ഡലമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദും പറഞ്ഞു. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ് മുന്നണി ഇത്തവണ ഭരണത്തിലെത്തുമെന്നും കഴക്കൂട്ട മണ്ഡലം അതിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ്. ശക്തരായ നേതാക്കന്മാരാണ് എതിരാളികളായിട്ടുള്ളത്. എങ്ങനെയാണ് വിജയസാധ്യത? എങ്ങനെയാണ് മണ്ഡലത്തിൽ? എതിരാളികളൊക്കെ ശക്തന്മാരാണ്. നല്ല സ്വർണ്ണ നിറമുള്ള ആളുകളടക്കം മത്സരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മത്സരം കുറച്ചുകൂടി ആയാസരഹിതമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെ LDF ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനുമെതിരെയുള്ള അതിശക്തമായ ഒരു ജനവികാരം ആളുകളുടെ ഇടയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനങ്ങൾ ചർച്ച ചെയ്ത ശബരിമല വിഷയം, സ്വർണ്ണപ്പാളി വിഷയം, അത് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കൂട്ടത്തിലാണ് മിനിഞ്ഞാന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സാഹചര്യം കൂടി വന്നു. ആദ്യമൊക്കെ LDF കഴിഞ്ഞ യുവതീ പ്രവേശന സമയത്തുണ്ടായ വിഷയം വലിയ ജനരോഷം വിളിച്ചു വരുത്തി. പിന്നെ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഈ വേണ്ടണം എന്ന് പറയുന്ന ഒരു പ്രസംഗിച്ചല്ലോ, അതുപോലെ പറഞ്ഞെങ്കിലും അഫിഡവിറ്റ് കൊടുത്തപ്പോൾ അവർ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അഫിഡവിറ്റാണ് കൊടുത്തത്. പിന്നെ അങ്ങനെ ഭക്തജനങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു BJP-കാരൻ, RSS-കാരൻ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായൊരു വിധിയാണ് യുവതീ പ്രവേശനം. അതിനെ പിന്തുണച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അതിന്റെ നടപടി തുടങ്ങിയതാണ്. അപ്പൊ അന്ന് RSS-ന്റെയും CPM-ന്റെയും അജണ്ടയായിരുന്നു ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തുക. അതിനകത്ത് CPM കണ്ടത് ശബരിമലയെ തകർക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പട്ടാള വേഷമൊക്കെ ഇട്ടുകൊണ്ട് ആളുകളെയൊക്കെ നിർത്തി 2-3 സ്ത്രീകളെയൊക്കെ കയറ്റിയിട്ട് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് ഞങ്ങൾ 2 യുവതികളെ കയറ്റി. അങ്ങനെ ഒരു ഭരണാധികാരിയും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അന്നുണ്ടായ സംഘർഷാവസ്ഥ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ആ സുരക്ഷിത ബോധമില്ലായ്മ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക്. അപ്പോൾ 2 വിഷയങ്ങളാണ്. സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയവും ഈ യുവതീ പ്രവേശനം വീണ്ടും ലൈവാവുന്ന സ്ഥിതിയിലേക്കാണ്. അത് രണ്ടും അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ ഭീകരമായി സ്വർണ്ണപ്പാളി വിഷയമാണ്. അതിൽ ഹിന്ദു സമുദായമോ മുസ്ലിം സമുദായമോ ക്രൈസ്തവരെന്നില്ല. ഈശ്വരവിശ്വാസികളായ എല്ലാ മതസ്ഥരും ശബരിമലയിൽ നടന്ന ഈ പരസ്യ കൊള്ള മനസ്സിൽ വേദനയോടെയും ഭയത്തോടെയാണ് കാണുന്നത്. ഇന്നൊരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്ന മതേതര ക്ഷേത്രമാണ്. ഇന്നൊരു ഹിന്ദു ക്ഷേത്രം, നാളെ ഞങ്ങളാകാം എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ നിമിഷം വരെ ശബരിമലയിൽ നടന്നതിനെ കുറിച്ച് ഒരു ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റുപറ്റിയതാണ്, ഞങ്ങളെ സഖാക്കൾക്ക് കുറ്റകരമായ അനാസ്ഥയാണ് ചെയ്തതെന്നെങ്കിലും പറയാൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.